എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അയ്യപ്പ പണിക്കരുടെ കവിതയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണിക്കൊന്നയെ കുറിച്ചാണ്. വിഷു എത്തുമ്പോൾ കൃത്യമായി പൂക്കുന്ന ഒരു ചെടിയാണല്ലോ കണിക്കൊന്ന. കണിക്കൊന്ന മഞ്ഞ പൂവുള്ള ഭംഗിയുള്ള ഒരു മരം മാത്രമല്ല, അതൊരു ഔഷധ ചെടി കൂടിയാണ്, ഒരു ഔഷധ സസ്യം കൂടിയാണ് കണിക്കൊന്ന. ഔഷധത്തിനായി വർഷങ്ങളായി ആയുർവേദത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് കണിക്കൊന്ന. കർണികാരം എന്നാണ് കണിക്കൊന്നയുടെ സംസ്കൃതം പേരെന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ കവികളും ഒക്കെ പറയുന്നത് കർണികാരം എന്നാണെങ്കിൽ പോലും ആയുർവേദത്തിൽ കൂടുതൽ പറയപ്പെടുന്ന പേര് ആരഗ്വഥ എന്നാണ്. ആരഗ്വഥ എന്ന പേരിലാണ് കണിക്കൊന്ന ഉപയോഗിക്കുന്നത്. കണിക്കൊന്ന ഒരു ശീതവീര്യദ്രവ്യമാണ്, തണുപ്പുള്ളതാണ്. സ്വാഭാവികമായും ചൂടുള്ള സമയത്ത് ഉണ്ടായി വരുന്ന ഒരു ചെടി എന്നുള്ള നിലയിൽ അത് ആയിരിക്കാം, അത് തണുപ്പുള്ള ഒരു മരുന്നായിട്ടാണ് കണിക്കൊന്നയെ ഉപയോഗിക്കുന്നത്. കണിക്കൊന്ന പ്രധാനമായും സ്കിൻ ഡിസീസുകളിലാണ്, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളിലാണ് പ്രധാനമായും കണിക്കൊന്ന ഉപയോഗിക്കുന്നത്. കണിക്കൊന്ന പനിക്കൊക്കെ ഉപയോഗിക്കുന്നതായി പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണിക്കൊന്ന വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, എസ്പെഷ്യലി അതൊരു വയറിളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. കണിക്കൊന്നയുടെ മിക്കവാറും ഭാഗങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഇലയായാലും അതിൻ്റെ പട്ടയായാലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മിക്കവാറും വയറിളക്കാവുന്ന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണിക്കൊന്ന കഷായം വെച്ചിട്ടൊക്കെ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണിക്കൊന്നയുടെ പട്ടയോ അല്ലെങ്കിൽ ഇലയോ ഒക്കെ ഇട്ട് കുടിക്കുമ്പോഴും അത് വയറിളകാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതാണ്. കണിക്കൊന്ന ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ സ്കിൻ ഡിസീസിലൊക്കെ കഴുകുന്നത് കൊള്ളാം. കണിക്കൊന്ന കയ്പ്പുരസമുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ കണിക്കൊന്ന അതുകൊണ്ട് തന്നെ വ്രണങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ വ്രണങ്ങളൊക്കെ കഴുകാൻ വേണ്ടി കണിക്കൊന്ന ഉപയോഗിക്കാം. കണിക്കൊന്നയുടെ പട്ടയോ അല്ലെങ്കിൽ അതായത് തൊലി അല്ലെങ്കിൽ അതിൻ്റെ പൂവോ അതുപോലെ തന്നെ ഇലയോ ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നന്നായി അരിച്ചിട്ട് വ്രണങ്ങൾ കഴുകി കഴിഞ്ഞാൽ ആ വ്രണങ്ങൾ ശുദ്ധി വന്ന് വേഗം ഉണങ്ങുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് കാലത്ത് ഉണ്ടാകുന്ന കുരുക്കൾ, ശരീരത്തിൽ വേർത്തിട്ടൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചില്, അതുപോലെ ചൂട് കുരു, ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ഈ കണിക്കൊന്നയുടെ പൂവിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം കുളിക്കുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതോ അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ദേഹം കഴുകുന്നതോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കാനുള്ള വെള്ളത്തിൽ തലേ ദിവസം രാത്രി തന്നെ ഈ കണിക്കൊന്നയുടെ ഇല പറിച്ചിടുക, പൂവിടുക, ഇതൊക്കെ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അതെടുത്ത് കുളിക്കുന്നത്, ആ വെള്ളം കൊണ്ട് കുളിക്കുന്നതൊക്കെ ഇത്തരം ഈ ചൂട് കൊണ്ടുള്ള സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വളരെ നല്ലതാണ്. അപ്പൊ കണിക്കൊന്ന നേരത്തെ പറഞ്ഞ വയറിളക്കുന്ന ഒരു സാധനമാണ്. കണിക്കൊന്ന നമ്മൾ കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കും. വയറിളകണമെന്ന് അങ്ങനെ വയറിളക്കം വേണ്ടുന്ന ഒരാൾക്ക്, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ചികിത്സയുടെ ഭാഗമായി വയറിളക്കുന്നവർ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിക്കുമ്പം തന്നെ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കണം. എത്ര കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് കണിക്കൊന്നയെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. കണിക്കൊന്നയെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും ഈ അറിവെത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.